നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നാടൻ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ആദ്യമേ തന്നെ ഒന്ന് ഞാൻ ആവി കയറ്റുകയാണ്. അപ്പോൾ എന്തിനാണ് ബേക്കിംഗ് ട്രേ എടുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ ആ സ്റ്റീമറിൻ്റെ അകത്തുള്ള ആ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് പകരം ഞാൻ ബേക്കിംഗ് ട്രേ ആണ് ഇപ്പോൾ വെക്കാറ്. അപ്പോൾ ഒന്ന് ആവി കയറ്റുക, 10 മിനിറ്റ് മതി കേട്ടോ ആവി കയറ്റുന്നത്. അതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് അത് മാറ്റാം. അപ്പോൾ ആവി കയറ്റി കഴിയുമ്പോൾ ഈ പൊടി കുറച്ചിങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നും. എന്നോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കൈകൊണ്ട് ഉടയ്ക്കാവുന്ന കട്ടകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. അപ്പോൾ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. ഇനി അത് നന്നായിട്ടങ്ങ് കുഴച്ച് നമുക്ക് ഇടിയപ്പത്തിൻ്റെ നമ്മൾ ഡോ ഉണ്ടാക്കുമല്ലോ അതേപോലെ നന്നായിട്ട് കുഴച്ച് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഒരുപാട് തിളച്ച വെള്ളമല്ല, ഒരു മീഡിയം ചൂടിലുള്ള വെള്ളമാണ് ചേർക്കുന്നത്. സാധാരണ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഇടിയപ്പം ഉണ്ടാക്കാൻ നേരത്ത് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. പക്ഷെ നമ്മൾ ആവി കയറ്റിയത് കൊണ്ട് ഒരുപാട് തിളച്ച വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതിന് നന്നായിട്ട് നമുക്ക് കുഴച്ച് യോജിപ്പിക്കാം. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് നല്ലത്, എങ്കിലേ നമ്മുടെ സേവനാഴിയിലൂടെ നന്നായിട്ടങ്ങ് പോരത്തുള്ളൂ. പിന്നെ എൻ്റെ സേവനാഴി അത്ര നല്ലതല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്ര നല്ല ക്വാളിറ്റി ഉള്ളതല്ല. ഇതിന് മുമ്പുള്ള നമ്മൾ വെള്ള ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കുറച്ച് പാടാണ് അതിങ്ങനെ വട്ടം തിരിയാനായിട്ട്. അപ്പോൾ എനിക്കത് കുറച്ച് ബലപ്പെട്ട പണിയാണ്. അതുകൊണ്ട് ഇച്ചാനാണ് എന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ നേരത്തെ ഹെൽപ്പ് ചെയ്യാറ് കേട്ടോ. ഞാനിവിടെ ആശീർവാദിൻ്റെ ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ആവി കയറ്റുന്നതിന് മുമ്പ് ഞാൻ പൊടി ചൂടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, നേരെ നമ്മൾ പൊടി എടുത്ത് ആവി കയറ്റുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഈ ഒരു അളവിലുള്ള 6 ഇടിയപ്പം 1 കപ്പ് ആട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി കേട്ടോ. അതേപോലെ വെള്ളത്തിൻ്റെ അളവ് 1/4 കപ്പാണ് വേണ്ടി വന്നത്. വേവിക്കാൻ പാകത്തിനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ പിന്നെ ചായയും കൂടെ ഉണ്ടെങ്കിലല്ലേ അതിനൊരു പൂർണ്ണത വരുള്ളൂ. നോക്കിയപ്പോൾ പാലില്ല. അപ്പോൾ ഞാൻ കരുതി പാൽപ്പൊടി കൊണ്ട് ചായ ഉണ്ടാക്കാമെന്ന്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞങ്ങളുടെ രാവിലത്തെ ചായയെല്ലാം ഈ പാൽപ്പൊടി കൊണ്ടായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ പുറത്ത് പോകുന്നില്ലല്ലോ. അധികം ആർക്കും ഈ പാൽപ്പൊടി കൊണ്ടുള്ള ചായ അത്ര ഇഷ്ടമാവത്തില്ല. കാരണം പാൽപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും, ചായ ഒരു സുഖം ഉണ്ടാവത്തില്ല എന്നാണ് എല്ലാവരും പറയാറ്. എന്നാൽ അതിനൊരു പോംവഴി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എത്ര ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നു, ഇപ്പോൾ 2 ഗ്ലാസ് ചായയാണെന്ന് വെച്ചോ, അതിൽ 3/4 ഗ്ലാസ് നമ്മൾ വെള്ളം എടുക്കുക, ബാക്കി 1/4 ഗ്ലാസ് നമ്മൾ തേയില വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കുക. നമ്മുടെ കടുപ്പത്തിനനുസരിച്ചുള്ള പൊടിയിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഈ 3/4 ഗ്ലാസ്സിലേക്ക് നമ്മൾ പാൽപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് പാലിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയ ശേഷം നമ്മൾ ഈ തേയില വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ പാൽപ്പൊടി കട്ട പിടിക്കുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ 1 കപ്പിന് 4 ടേബിൾ സ്പൂണാണ് അവർ പറയുന്ന അളവ്. പക്ഷേ ഞാൻ 6 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എങ്കിൽ എനിക്ക് ഇഷ്ടത്തിനുള്ള ഒരു കൊഴുപ്പിന് കിട്ടാറുള്ളൂ. അപ്പോൾ ഇനി പാൽപ്പൊടി ഉപയോഗിച്ച് ചായ ഉണ്ടാക്കുമ്പോൾ കട്ട പിടിക്കുന്നുള്ള വിഷമം ആർക്കും ഉണ്ടാകത്തില്ലല്ലോ. ഇതാ നല്ല തിളച്ച് പതഞ്ഞ് പൊങ്ങി വരുന്ന നമ്മൾ പാലും കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ആവി പറക്കുന്ന ചൂട് ചായയും ഇടിയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ മുട്ടക്കറിയുടെ റെസിപ്പി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഈ മുട്ടക്കറി ഉണ്ടാക്കിയപ്പോൾ വന്നൊരു ഡൗട്ടാണ്, ഞങ്ങളുടെ ഒന്നും മുട്ടക്കറി ഇത്രയ്ക്ക് ഇങ്ങനെ ഡാർക്ക് കളറിൽ വരുന്നില്ലല്ലോ എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഉള്ളി നന്നായിട്ട് വഴറ്റണം. ലോ ഫ്ലെയിമിലിട്ട് സമയമെടുത്ത് തന്നെ ഉള്ളി വഴറ്റിയാലാണ് ഈ ഒരു ഡാർക്ക് കളർ കിട്ടത്തുള്ളൂ. അതേപോലെ എരിവ് കുറഞ്ഞ നമ്മുടെ പിരിയം മുളക് പൊടി വേണം കൂടുതലായിട്ട് ചേർക്കാനായിട്ട്, അപ്പോഴും നല്ല ഡാർക്ക് കളർ കിട്ടും കേട്ടോ. പൂ പോലെ സോഫ്റ്റായ ഗോതമ്പ് ഇടിയപ്പവും മുട്ടക്കറിയും കൂട്ടി ഞാനൊരു പിടി പിടിക്കുകയാണ് കേട്ടോ. ഗോതമ്പിൻ്റെ ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ തണുക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹാർഡാണ്. ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് നേരം ബാൽക്കണിയിൽ വന്നിരുന്നു കേട്ടോ. അതാ നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പുതിയ കുറേ കുഞ്ഞു തക്കാളികളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ എനിക്ക് 2-3 ക്യാപ്സിക്കം ഉണ്ടായി. മുളകിലൊക്കെ നിറച്ച് പൂവിട്ടിട്ടുണ്ട്, ഇതുവരെ ഉണ്ടായി തുടങ്ങിയില്ല. വെള്ളരിയിലും അതെ കുറേ പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഒരു പിച്ച് പോലത്തെ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയില്ല, അതാണ്. അതിങ്ങനെ പടർത്തി വിടാൻ വേണ്ടി ഞങ്ങളൊരു സാധനം വാങ്ങിച്ചിട്ടേക്കുന്നതാണ്. പടർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സീസണായി കഴിഞ്ഞാൽ ആ ചെടി നിറയെ പൂക്കൾ, നല്ല മണമാണ് ആ പൂക്കൾക്ക്. അപ്പോൾ എൻ്റെ ബാൽക്കണി ഏകദേശം ചെറിയൊരു കാടിൻ്റെ പരുവത്തിലേക്കൊക്കെ ആയി വന്നിട്ടുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് എസ്ലൂങ്കെ പോയപ്പോഴേ നമ്മുടെ കിളിമീൻ പോലത്തെ ഒരു മീൻ കണ്ടു.
ഇത് കിളിമീനാണെന്നാണ് തോന്നുന്നത്. ഇനി വേറെ ഏതെങ്കിലും മീനാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പക്ഷേ ടേസ്റ്റും പിന്നെ അതിനെ കാണാനുള്ള രൂപമൊക്കെ ഏകദേശം നമ്മുടെ കിളിമീൻ പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കിളിമീൻ ഇന്ന് ഉച്ചത്തേക്ക് വറക്കാമെന്നാണ് വിചാരിക്കുന്നത് ഊണിന്. നാട്ടിൽ നിന്ന് പോകുന്ന ശേഷം കിളിമീൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൊതി. കിളിമീൻ വറുത്ത് കഴിക്കാനാണ് കേട്ടോ എനിക്ക് വെച്ചാൽ ഇഷ്ടം. അതുകൊണ്ട് ആകെ കുറച്ചല്ലേ ഉള്ളൂ, അങ്ങ് വറുത്തേക്കാന്ന് കരുതി. വേറെ പ്രത്യേകിച്ച് മാരിനേഷനൊന്നുമില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, പിന്നെ ഉപ്പും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഞാൻ വെക്കുകയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അതിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കും. ഇന്ന് നമ്മുടെ നാടൻ പച്ചക്കറികൾ കൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. എന്നും ഒരേ രീതിയിലുണ്ടാക്കി ഒരേ രുചിയിൽ കഴിക്കുന്നതിൽ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വെണ്ടയ്ക്ക അരിയുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക കുറച്ച് വീതി കൂടി ചെരിച്ചാണ് അരിയുന്നത്. അത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ. അതേപോലെ കുറച്ച് അച്ചിങ്ങ അരിയുന്നുണ്ട്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ട്, സവാള അരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്രയൊക്കെ മതി നമ്മുടെ കറികൾ ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഒന്ന് ചാറ് കറിയായിട്ടും ഒന്ന് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ പോലെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ മട്ടയരി അല്ല കേട്ടോ, നല്ല വെള്ളച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരേ സമയം തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ പണി. അപ്പോൾ ഒരടുപ്പത്ത് ഞാൻ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക ആദ്യമേ തന്നെ വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് വഴറ്റി മാറ്റിയെടുത്ത് വയ്ക്കാം. അതേപോലെ അടുത്ത അടുപ്പത്ത് അച്ചിങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു, കടുക് താളിച്ചു, അതിൻ്റെ അകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തു. അതേപോലെ ഞാനതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നു. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ, പക്ഷേ അതിൻ്റെ ഒരു ഞോളപ്പുണ്ടല്ലോ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. അതേപോലെ തന്നെ നമ്മുടെ അച്ചിങ്ങ കറിയിലേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം. ഞാനത് ചേർത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അപ്പോൾ ഞാൻ 2 ചെറിയ സവാളയാണ് പൊടി പൊടിയായിട്ട് അരിഞ്ഞത്. അത് വഴറ്റിയ ശേഷം അതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അച്ചിങ്ങക്കറി ഉണ്ടാക്കുന്ന പാനിലേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർക്കാം. അപ്പോൾ അച്ചിങ്ങക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 സവാളയാണ് കേട്ടോ എടുത്തത്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. രണ്ടിലും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നു. പൊടികൾ ഇനി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയാണ് 2 പാനിലേക്കും ചേർത്ത് കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പൊടിയുടെ പച്ചമണം മാറിയ ശേഷം ഓരോ ടേബിൾ സ്പൂൺ വീതം കാശ്മീരി ചില്ലി നമുക്ക് 2 പാനിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റുക. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. അതേപോലെ 1 ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും ചേർത്തു. അപ്പോൾ പൊടികളുടെ അളവൊക്കെ രണ്ടിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് വെള്ളം, ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ചിലപ്പോൾ അത്രയും വെള്ളം വേണ്ടി വരില്ല കേട്ടോ. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കാം. അതേപോലെ തന്നെ ഞാൻ അടുത്ത പാനിൽ ഞാൻ അച്ചിങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അച്ചിങ്ങ ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് 1 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത ശേഷമാണ് ചേർത്ത് കൊടുത്തത്. ചൂടുവെള്ളത്തിലാണ് കേട്ടോ സോക്ക് ചെയ്തത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ചോറും ഈ സമയത്ത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങ് അരി വാർത്തേക്കുവാണേ. അച്ചിങ്ങ ആ പുളിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് നല്ലോണം ചാറ് വേണമെന്നുണ്ടെങ്കിൽ പുളിവെള്ളത്തിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. ഒരടുപ്പ് ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മീൻ വറുക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ആവി കയറ്റാം. ഏകദേശം 1/4 മണിക്കൂറോളം നമ്മുടെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കാരണം മുളകൊക്കെ അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല തിളച്ച എണ്ണയിലേക്ക് ആ മീനിടുമ്പോഴുള്ള ശബ്ദവും ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു മണവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൂടിയുള്ള ഡ്രൈ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവസാനം കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് ചേർത്ത് ഇളക്കിയ ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാണ്. നമുക്കിപ്പോൾ തന്നെ വേറൊരു പാത്രത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ പാൻ അങ്ങ് കഴുകിയെടുത്ത് വെക്കാമല്ലോ.
മീനിൻ്റെ ഒരു വശം നന്നായിട്ട് വെന്ത് മൊരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഒന്ന് മറിച്ചിടുവാണ്. അതേപോലെ അച്ചിങ്ങ പുളിങ്കറിയും ഈ സമയത്ത് റെഡി ആയിട്ടോ. അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് ചാറായിട്ടല്ല ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള കൊഴുപ്പുള്ള കറികളാണ് കൂടുതലിഷ്ടം. അപ്പോൾ മീൻ വറുത്തം റെഡിയായി കഴിഞ്ഞു. നമ്മുടെ അച്ചിങ്ങ പുളിങ്കറിയും വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് ഡ്രൈ കറിയും എല്ലാം റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ ആ കിച്ചൺ ഒന്ന് വൃത്തിയാക്കട്ടെ. അത്യാവശ്യം നല്ലോണം വൃത്തികേടായിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇപ്പം തന്നെ പാത്രവും കഴുകി അടുക്കള അങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ പണി അങ്ങ് കഴിഞ്ഞില്ലേ. എന്നിട്ട് നമുക്ക് ചോറുണ്ണാം. ഞാൻ ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ച് മാത്രമാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. വേറെ സോപ്പോ ലോഷനോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോൾ ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചിങ്ങനെ തുടച്ചെടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ അടുക്കളയും വൃത്തിയായി, നമ്മുടെ പണികളും കഴിഞ്ഞു. അപ്പോൾ നല്ല തൂവെള്ള ചോറും നമ്മുടെ നാടൻ കറികളും മീൻ വറുത്തതൊക്കെ കൂട്ടി ഞാൻ ഒരു പിടി പിടിക്കട്ടെ കേട്ടോ. അച്ചിങ്ങ കൊണ്ട് സാധാരണ എല്ലാവരും മെഴുക്കുവരട്ടിയോ തോരനൊക്കെയല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഈ ഒരു കറി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. അതേപോലെ തന്നെ വെണ്ടയ്ക്ക നമ്മുടെ ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മീനല്ലേ നമുക്ക് എപ്പോഴും കിട്ടാത്തുള്ളൂ. നമ്മുടെ അച്ചിങ്ങയും വെണ്ടയ്ക്കയും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ എപ്പോഴും വീട്ടിലുള്ള സാധനം തന്നെയല്ലേ. ഇങ്ങനത്തെ കുറച്ച് നാടൻ കറികളുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു പട ചോറുണ്ട് പോകും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം മാത്രം ഈ ഒരു കോമ്പിനേഷനുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടേ ഞങ്ങൾ നമ്മുടെ ലംബ്രാത്തെ പാർക്കിലേക്കൊന്ന് നടന്നു. അപ്പോൾ അത് അവിടെ വെച്ച് കണ്ടതാണ് ഈ കുഞ്ഞൻ ആമേനെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആമേനെ ഇത്ര അടുത്ത് വെച്ച് കാണുന്നത്. പക്ഷെ അതിൻ്റെ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് താഴെയുള്ള ആ ഒരു ചെറിയൊരു ചിറയിലേക്ക് ഊർന്നിറങ്ങിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മൾബറി പറിച്ചു. അവിടെ കുറേ മൾബറി മരങ്ങളുണ്ട്. ആരും പറിക്കാതെ കുറേ കിളികൾ കൊത്തി തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ഞങ്ങളതങ്ങ് പറിച്ചു. ഏകദേശം 2 കിലോയോളം മൾബറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൾബറി മൊത്തം തിന്ന് തീർക്കുന്നതിനേക്കാൾ നല്ലത് അതങ്ങ് വൈനിട്ടേക്കാന്ന് കരുതി. നല്ലോണം പഴുത്ത മധുരമുള്ള മൾബറിയാണ് കേട്ടോ. ഞങ്ങൾ കഷ്ടപ്പെട്ടാൽ പറിച്ച. കുറേയൊക്കെ ഞങ്ങൾ അപ്പം തന്നെ തിന്നു. പിന്നെ അതിങ്ങനെ ഞെങ്ങി പോവുക പറിക്കുമ്പോഴേക്കും. അത്രയ്ക്ക് നന്നായിട്ട് പഴുത്താണ്. അപ്പോൾ വൈനിടാൻ നേരത്ത് നമ്മൾ ലെയർ ചെയ്തിട്ടാണ് എപ്പോഴും വൈനിടുക. ഇതിന് മുമ്പ് നമ്മൾ മുന്തിരി വൈൻ്റെ വീഡിയോ ഞാനും ചേച്ചിയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതേപോലെ തന്നെയാണ് മൾബറി വൈനിടുന്നത്. അപ്പോൾ ആദ്യം ഒരു ലെയർ മൾബറി ഇടുക. അതിലേക്ക് നമുക്ക് പഞ്ചസാരയും അതേപോലെ തന്നെ ഏലക്കയും കറുവപ്പട്ടയും ഗ്രാമ്പും ചേർക്കുക. പിന്നെ നമ്മൾ ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്, മുഴുവൻ ഗോതമ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ ചേർത്തത്. ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്തിരി വൈനിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. അപ്പോൾ അതെല്ലാം ഇട്ട ശേഷം വീണ്ടും നമുക്ക് മൾബറി ഇട്ട് ലെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുവരെ മൾബറി വൈൻ കുടിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും കിടു ടേസ്റ്റ് ആയിരിക്കും, എനിക്ക് കാഴ്ചയിൽ തന്നെ നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ലെയർ ചെയ്തിട്ട് ഒന്ന് ഞാൻ തവി കൊണ്ടൊന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഞാനിങ്ങനെ ഞെക്കി പീച്ചിട്ടൊന്നുമില്ല. അല്ലാതെ തന്നെ ആ തവി കൊണ്ടാക്കിയപ്പോൾ തന്നെ നന്നായിട്ടതങ്ങ് അതിൻ്റെ അകത്തിങ്ങനെ കുഴഞ്ഞു പോയി. കാരണം അതുപോലെ പഴുത്ത മൾബറിയാണ്. അപ്പോൾ വീണ്ടും ലെയർ ചെയ്ത് ഏകദേശം എനിക്കൊരു 3 ലെയറോളം ഇടാൻ കിട്ടിയിട്ടോ 2 കിലോ മൾബറി. ഞാൻ മുന്തിരി വൈൻ ഉണ്ടാക്കിയ സമയത്ത് ഈസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ സ്വാഭാവികമായിട്ട് തന്നെ പുളിച്ചു വരുന്ന രീതിയിലാണ് ആ വൈൻ ഉണ്ടാക്കിയത്. പക്ഷേ ചേച്ചി ഉണ്ടാക്കിയപ്പോൾ ഈസ്റ്റ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്തവണ പക്ഷേ ഞാൻ ഈസ്റ്റ് ചേർത്ത് തന്നെയാണ് വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് ചെറു ചൂടുവെള്ളം, അധികം ചൂടുണ്ടാവരുതേ, ചെറു ചൂടുവെള്ളത്തിൻ്റെ അകത്തേക്ക് ഈസ്റ്റ് ചേർത്താണ്. ഈസ്റ്റ് ഒന്ന് പുളിപ്പിച്ച ശേഷമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിരപ്പിന് വെള്ളം ഒഴിച്ച് ഒട്ടും എയർ കയറാത്ത രീതിയിൽ അടച്ച് വെളിച്ചം കിടക്കാത്ത സ്ഥലത്ത് വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അപ്പോൾ 40 ദിവസം കഴിയുമ്പോഴത്തേനും നമ്മുടെ വൈൻ റെഡിയാവും. അതേപോലെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും ആ ക്യാനിൽ കുറച്ച് സ്പേസ് ബാക്കി വേണം. ഇപ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ പാത്രമാണെങ്കിൽ അതിൻ്റെ അകത്തൊരു 3 ലിറ്ററോളം മാത്രമേ നമ്മുടെ സാധനം വെള്ളം വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഒരു വൈന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കാത്തിരിപ്പാണ് ഇനിയുള്ള 40 ദിവസം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതാണ്. ബൈ.